ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിടിന്നതിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവം ശുദ്ധൻ സംശുദ്ധൻ, ഭൂവും മാനവം തന്മഹിമയ തിങ്ങിടും നല്ലോ സന്തതം. ശ്രീയേഴും ദിവ്യ പ്രേക്ഷിത ധന്യ നിവ്യന്മാർ വേദ സാക്ഷികൾ, നിത്യാനന്ദ പ്രതാപവാനങ്ങെ വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ ഉത്തമനിട്ട് കർപ്പൂര പന്തരമേ, കൈഗുണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആരാധനായനും അൻപൻ വിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക്. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാമായി മാറിയ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി റവറൻഡ് ഫാദർ എബി വടക്കേക്കരെ, നമ്മുടെ എബിയത്തിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, നമുക്കിന്നൊരു സഹോദരിയുണ്ട്, സിസ്റ്റർ ഡെനീസമ്മ. പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവ സ്നേഹം വർദ്ധിച്ചിടുവാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനായിട്ട് ജീവിതവും പോരാ. ഇന്നലെ വൈകുന്നേരം തുടങ്ങി ഇച്ചിരി ചൂടൊക്കെ ഉണ്ടാകുന്നുണ്ട് ശരീരത്തിൽ. എന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ ചേച്ചി ഒരു ഗുളികയൊക്കെ തന്നു, പോയി കിടന്നുറങ്ങി ഉറക്കം വരുന്നുണ്ടാവും. കുറേ നേരം കഴിയുമ്പോൾ വേർത്തും, കഴിഞ്ഞും ബിരിയാണൊക്കെ മാറി വീണ്ടും കിടന്ന് നോക്കി, എന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രാർത്ഥിക്കുന്നതാണ് തമ്പുരാനെ ഒരു ദിവസം വന്നമേന്ന്. മാത്രവുമല്ല, അങ്ങനെ പോയ ഒരു സാഹചര്യത്തിൽ 16-ാം തീയതി 26 പറ്റിയില്ലെങ്കിലും 16-ാം തീയതി വന്ന് ചേർന്നപ്പോഴും അത് നടന്നു. ദൈവാനുഗ്രഹം. അവിടെ ചെന്നപ്പോഴും 1/2 മണി, ഞാൻ ആദ്യമാണ് ക്രോസിങ്. കഴിഞ്ഞ ദിവസം നാട്ടിൽ വിളിച്ച് ഒരച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ക്രോസിങ് നടത്താൻ പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എടാ നിന്നെ പള്ളി നടത്താൻ വേണ്ടി അങ്ങോട്ട് വിട്ടിട്ട് നീ പള്ളി ക്ലോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇത് അമേരിക്കൻ നാടാണെന്നും അത് നമ്മുടെ നാടാണെന്നുള്ളതിൻ്റെ വ്യത്യാസം ഇതാണ്. എന്താണ് ക്ലോസിങ്? ഇന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ആരും എന്നോട് പറഞ്ഞു, അച്ഛാ അതിപ്പോൾ നമുക്ക് അവിടെ പോയി 1/2 മണിക്കൂർ പരിപാടികൾ ഇങ്ങോട്ട് പോരാം. അവിടെ പോയി ഇരുന്ന് നടുവേദന എടുത്തു, പിന്നെ കുറേ ഒപ്പിട്ടു, പിന്നെ അത് വെട്ടി വീണ്ടും ഒപ്പിട്ടു, കുറേ എത്ര ഒപ്പിട്ടെന്ന് ഞാൻ എണ്ണില്ല. എന്നാണെങ്കിലും എല്ലാം ശുഭകരമായിട്ട് സംഭവിച്ചു. ഇന്നിപ്പോഴ് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ഈ ബലി അർപ്പിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിലും ഉപരിയായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യേണ്ട ഒരാവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇതാരുടെയാണ്? ഇത് എൻ്റെ അല്ല. കാരണം ഞാൻ ഇന്നലെ നാളെ പോകും. ആയിരിക്കുന്നത്ര കാലം എൻ്റെയാണ് എന്ന് വേണേൽ പറയാം. പക്ഷേ എൻ്റെ ഇതിൽ ഒരു തീർച്ച തീരുമാനമില്ല.
അപ്പം പറയും ഇനിയൊരു ബലി അർപ്പിക്കാൻ വരികയല്ലോ എന്നല്ലേ അച്ഛാ പറഞ്ഞത്, ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടോന്ന്. ആരുടെ കാര്യത്തിൽ തീരുമാനമില്ല. പക്ഷേ എങ്കിലും ഇവിടെ ഉള്ള നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജനം ഒന്നു ചേർന്ന് ആൾക്കാരേക്ക് ചുറ്റും ഒരുമിച്ച് കൂടുന്നതിനും തമ്പുരാന് നന്ദി പറയുന്നതിനും അവിടുത്തെ ആരാധിക്കുന്നതിനും അവിടുത്തെ സ്തുതിക്കുന്നതിനും അതുപോലെ നമ്മുടെ വിശ്വാസ സാക്ഷ്യം ജീവിക്കുന്നതിനും അതിനപ്പുറത്ത് ദൈവം നൽകിയ വലിയ അനുഗ്രഹമായ നമ്മളുടെ കുഞ്ഞുങ്ങളെയും വളർന്നു വരുന്ന തലമുറയെയും ആ വിശ്വാസ സാക്ഷ്യത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നതിനും ഉപകരിക്കൃത്യമായിരുന്നു. ഇത് ചരിത്രം തെളിയിച്ച കഥയാണ്. എനിക്ക് ഒരു കാര്യം അറിയാം. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ടായിരുന്ന എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമുണ്ട്. ദേവാലയം എന്താണെന്നും രാവിലെ കുർബാനയാവും, അപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. പക്ഷേ 26-ാം തീയതി നടന്നില്ല. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വീണ്ടും വന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരുന്നു. പക്ഷേ അന്നും ഇവിടെ എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. എങ്കിലും ദൈവം അനുഗ്രഹിച്ച് ഇന്നലെ രാത്രി 1:30 ഞാൻ അലക്സിനെ വിളിച്ചപ്പോൾ അച്ഛാ വന്നച്ഛ എന്ന് കഴിയാവുമ്പോൾ അലക്സനോട് പറഞ്ഞു. അങ്ങനെ അവസാനമായിട്ട് വെള്ളിയാനച്ഛൻ വന്നു. മോൺസിഞ്ഞർ വെള്ളിയാനച്ഛൻ്റെ വലിയ സാന്നിധ്യം ദൈവബലിയിലും അതുപോലെ വചന സന്ദേശത്തിലുമൊക്കെ അത് നമ്മുടെ വലിയച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുന്ന ആൾക്കാരും കൂടെ വെള്ളിയാനച്ഛൻ്റെ അഭാവത്തിൽ ഞങ്ങൾക്ക് ഈ സൗഭാഗ്യമുണ്ടായി. എന്തൊരു ചൂടാണ്, പിന്നെ എന്തൊരു തമാണ്, ഹൃദയമാണ്. അച്ഛൻ ഞങ്ങളോട് കൂടെയുണ്ട്. അച്ഛനെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനുണ്ടായിരിക്കും. ഏറ്റവും കൃത്യമായിട്ട് അച്ഛനെ ഞങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സ്റ്റീഫൻ അച്ഛൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ വന്നിട്ട്. പക്ഷേ അച്ഛൻ